വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റിച്ച്മാൻ കേട്ടോ. നമ്മൾ ഇന്ന് പോണത് ബാണാസുര ഹിൽ സ്റ്റേഷനിലോട്ടാണ്. ജസ്റ്റ് ട്രക്കിംഗ് പോലെ വെക്കുകയാണ്. അപ്പോൾ വി ആർ റെഡി ഫോർ ദ ട്രക്കിംഗ്. ഞങ്ങളുടെ ഈ യാത്ര ശരിക്കും ആരംഭിച്ചത് ക്ലൗഡ്സിൽ നിന്നായിരുന്നു കേട്ടോ. ഇതാണ് നമുക്ക് പോകേണ്ട വണ്ടി. ഹാരിസ്ക്കായിരുന്നു നമ്മളെ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്ന ആൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ വിചാരിച്ചു ഇവിടുന്ന് തന്നെ നമ്മൾ നടന്നാണ് പോകുന്നതെന്ന് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഏകദേശം ഒരു 3 കിലോമീറ്ററോളം നമുക്ക് ഓഫ് റോഡ് പോകാനുണ്ട് ജീപ്പിൽ. അപ്പോൾ അത് നമ്മളെ ഹാരിസിക്ക കൊണ്ടുപോകും. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ബാക്കിയാണ് നമുക്ക് എന്താ പറയുക നടന്ന് പോവേണ്ടതുള്ളത് കേട്ടോ. മെയിൻ പറഞ്ഞ ട്രക്കിംഗ് ആയിട്ട് നമുക്ക് പോവേണ്ടതുള്ളത് ബാക്കിയാണ് കേട്ടോ. വയനാട്ടിലിപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ബാണാസുര ഹിൽസ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6800 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബാണാസുര ഹിൽസ് നാട്ടിലെ ഒരു കിടിലൻ ട്രക്കിംഗ് സ്പോട്ടുകളിൽ ഒന്നാണ്. പറയുകയാണെങ്കിൽ അഡ്വഞ്ചറസും ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മെയിനായിട്ടും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ ബാണാസുര ഹിൽസ് കേട്ടോ. പിന്നെ ഇത് ആയുവാണ്, അനി എൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവനോട് പറഞ്ഞു, ഇങ്ങനെ കാട്ടിൽ നമ്മൾ കാട്ടിക്കൂടെയാണ് പോകുന്നത്, അവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ നീ സൂക്ഷിച്ചിരുന്നു കേട്ടോ, നോക്കിയിരുന്നു, എപ്പോൾ വേണമെങ്കിലും വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ്റെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് നമ്മൾ അങ്ങനെ ആണ് അവനെ കൊണ്ടുപോയത് കേട്ടോ. ഇതുവരെയൊക്കെ നല്ല റോഡുകളാണ്. ഇനിയാണ് അങ്ങോട്ടേക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഡ്വഞ്ചറസ് ഫീലൊക്കെ നമുക്ക് തോന്നി തുടങ്ങുക. ഇനി അങ്ങോട്ട് റോഡ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഒരു ടാറ് പോലും ഇല്ലാത്ത ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇവിടുന്ന് മേലോട്ടേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഏകദേശം ഒരു 1 കിലോമീറ്റർ മാക്സിമം റോഡ് പോലെ ഉണ്ടെങ്കിലേ ഉള്ളൂ. ബാക്കി ഇനി അങ്ങോട്ടേക്ക് ഫുള്ള് നമുക്ക് ഈ ഓഫ് റോഡ് പോലെ തന്നെ കുലുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണം കയറി പോകാനായിട്ട്. അപ്പോൾ പറയുന്നുണ്ട് മുറുക്കെ പിടിച്ചിരുന്നു, തലയൊക്കെ ചിലപ്പോൾ മേലെ ഇടിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണെങ്കിലും ഈ ട്രക്കിങ്ങൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിട്ട് അടിപൊളിയാണ്. പിന്നെ പോകുന്ന വഴി കുറേ ഒരു ഏരിയ നല്ല കാട് പോലെയൊക്കെയാണുള്ളത്. അത്യാവശ്യം മരങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെയൊക്കെ ആൾത്താമസം ഉള്ളതാണ് കേട്ടോ. പിന്നെ മുകളിലോട്ട് കയറി വരുമ്പോഴാണ് കുറച്ച് എന്താ പറയുക, മരങ്ങളെല്ലാം കുറഞ്ഞിട്ടൊരു ഓപ്പൺ സ്പേസ് പോലെ, എന്നാലും കൊക്ക മാതിരി അങ്ങനെയല്ല, എന്നാലും കുറച്ച് തെളിഞ്ഞ പോലത്തെ പ്രദേശമായിട്ട് വരും. കാടിൻ്റെ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടത്തില്ല. പക്ഷേ ജീപ്പിന് അല്ലെങ്കിൽ ഇത്രയും നമ്മളെ ഗൈഡ് അല്ലെങ്കിൽ ഇതുപോലത്തെ ട്രക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല സാധാരണ ഒരാൾക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു റോഡാണിത്. പിന്നെ എതിർവശത്തു നിന്ന് ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡ് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വലിയ ഉരുളം കല്ലുകളൊക്കെയാണ് കിടക്കുന്നത്. എനിക്കറിയത്തില്ല ഇത് വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്നുള്ളത്. പക്ഷേ ഭയങ്കര നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ആടി വലഞ്ഞാണ് ഈ യാത്ര ഫുള്ള് തുടങ്ങിയത് കേട്ടോ. പിന്നെ വണ്ടിയിൽ നല്ല ഓളമായിരുന്നു. ഞങ്ങൾ പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ച് ഉള്ള സമയം മാക്സിമം എൻജോയ് ചെയ്യുക. അങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെയാണ് പകുതി റോഡുകളും ഉള്ളത് കേട്ടോ. ഞാൻ കുറേയൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ റോഡുകൾ കാര്യങ്ങളുള്ളത്. പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല, വളരെ സേഫായിട്ട് തന്നെ നമ്മളെ അവരെ മേലെ അവർ എത്തിച്ചു തരും. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഞാൻ ഗ്യാരണ്ടിയാണ്. പക്ഷേ അങ്ങനെ പേടിയൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ഓളമാണ്. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ വളരെ ഓളത്തിൽ അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നമുക്ക് ഇതിൻ്റെ പകുതി വരെ പോകാൻ പറ്റുള്ളൂ. മെയിൻ ഇതിൻ്റെ ആ ടോപ്പിലോട്ട് പോകണമെങ്കിൽ പിന്നെ റെസിഡൻസ് ഏരിയ ആണ്. അവിടെ നമുക്ക് അല്ലാണ്ട് വേറെ ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ എടുക്കണം. മാത്രമല്ല അത് രാവിലെ 9 മണിയൊക്കെ ആകുമ്പോൾ അവിടെ നമുക്ക് എത്തേണ്ടതൊക്കെയുണ്ട്. എന്നാൽ മാത്രമേ അവിടെ നിന്ന് എത്തിയിട്ട് അത് ഏകദേശം പിന്നെയും മുകളിലോട്ട് ഒരു 7 കിലോമീറ്ററോളം ഉണ്ട്. പല പല കുന്നുകൾ താണ്ടി കയറി വേണം നമുക്ക് മേലോട്ട് പോകാനായിട്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ തിന്നില്ല. മാത്രമല്ല ഞങ്ങൾ വൈകുന്നേരമാണ് അവിടെ എത്തിയത് പോലും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനത്തെ നിന്നില്ല. ഇതിൻ്റെ മാക്സിമം നമുക്ക് എവിടം വരെ പോകാൻ പറ്റുമോ അത്രയും പോകാം, അങ്ങനെയാണ് വിചാരിച്ചത് കേട്ടോ. ഈ ഒരു ഏരിയയിലെ ആ മേലെ കാണുന്ന ടോപ്പിലെ അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ വരെയാണ് നമ്മുടെ ജീപ്പ് പോകുന്നത് കേട്ടോ. ഇനി ബാക്കി അങ്ങോട്ടേക്ക് നമുക്ക് നടന്ന് വേണം പോകാനായിട്ട്. ഇനി ഒരു 500 മീറ്ററോളം മാക്സിമം ഉണ്ട്. നമ്മുടെ ഹാരിസൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരുവാണ് പോകേണ്ട വഴി കാര്യങ്ങളൊക്കെ നമുക്കത് വ്യക്തമായിട്ട് പറഞ്ഞു തരുവാണ് കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് ഇതാണ് നമ്മുടെ റോഡെന്ന് പറയുന്നത്. റോഡാണെന്ന് ചോദിച്ചാൽ ആണ്, ഒരാൾക്ക് നടന്നു പോകാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു വഴിപ്പാത. പക്ഷേ അങ്ങനെ വലിയ കല്ലുകളോ അങ്ങനെയൊന്നുമില്ല. 2 സൈഡിലും നിറയെ പുല്ലാണ്. ഈ തെരുവപ്പുല്ലൊക്കെ ഇല്ലേ, അങ്ങനത്തെ മോഡൽ പുല്ലുകളാണ് ഉള്ളത്. അപ്പം അതൊന്നും ആവാണ്ട് നമ്മൾ നേരെ പോയാൽ മതി. പിന്നെ ഡ്രസ്സിൽ അങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന പുല്ലുകൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ മെയിൻ കാര്യം അട്ടകളും ഞാൻ സാധാരണ കണ്ടില്ല. വയനാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സാധനമാണ് ഈ ചോര കുടിക്കുന്ന ഒരു അട്ടയില്ലേ, തേരട്ട എന്നൊക്കെ നമ്മൾ പറയണേ. അപ്പോൾ അത് പക്ഷേ ഇവിടെ എന്തായാലും ഇപ്പോൾ മഴയെല്ലാം കഴിഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല, അതിൻ്റെ ഒരു ശല്യമില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുഴപ്പമില്ല, ഉപ്പോ അല്ലെങ്കിൽ സാനിറ്റൈസറോ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി, അവരുടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞെങ്കിലും ദൈവം സഹായിച്ചിട്ട് അട്ടയുടെ ഒരു
ഇഷ്യൂ ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഇത് ഫുള്ള് കുത്തനെ കയറ്റാണ്. എനിക്കറിയില്ല, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരു നേരെ വഴി പോലെ തോന്നിക്കും, പക്ഷേ അങ്ങനെയല്ല, ഭയങ്കര കുത്തനെ കയറ്റമാണ്. നമുക്ക് കയറിപ്പോകാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേരെയൊക്കെ സംബന്ധിച്ച് ഇതൊക്കെ ഇതല്ല, ഇതിൻ്റെ അപ്പുറം ഞങ്ങൾ ചാടിക്കിടന്നുള്ള മട്ടിലാണ് പിള്ളേർ കേട്ടോ. അവരതൊക്കെ നല്ല ഉഷാറായിട്ട് ഓടിക്കയറി അടിപൊളിയായിട്ട്. അവർക്കാണെങ്കിൽ മടുപ്പുമില്ല, ഒരു ക്ഷീണവും ഇല്ല, ഒന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ അത്യാവശ്യം ഫ്രൂട്ട്സ് കുടിക്കാനുള്ള വെള്ളമൊക്കെ നമ്മുടെ കയ്യിൽ കരുതിയിരുന്നു, പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കയ്യിൽ കരുതിയിരുന്നു. പിന്നെ കുറേ ആൾക്കാർ ചെരുപ്പൊക്കെ ഇടയ്ക്ക് വെച്ച് പൊട്ടിപ്പോയി. ഷൂ ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ കയറിയതെങ്കിലും പൊട്ടിപ്പോയിരുന്നു കേട്ടോ. ഇത് പാത്തുചേട്ടനാണ്, നമ്മുടെ മെയിൻ ആളാണ്. ബിബിൻ എന്നാണ് പേര്, ഞങ്ങൾ പാത്തു എന്നാണ് വിളിക്കുന്നത്. താഴെ വരുന്നത് കണ്ടോ, അത് ഹുസൈൻ എന്നാണ് പേര്, നമ്മുടെ ഹാരിസക്ക. ഈ ഹുസൈനും കിഷ്കുവാണ് എനിക്ക് ഫുൾ വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുള്ളത് കേട്ടോ. ഇത് ആ ഫ്രണ്ടിൽ കയറി വരുന്നതാണ് ഹുസൈൻ ബ്രോ, മറ്റേത് ഹാരിസക്ക. പിന്നെ ഇത് കണ്ടോ, ഈ വരുന്നതാണ് ശ്യാം. ഈ ഒരു മോനെ ഞാൻ പറഞ്ഞില്ലേ, അത് ഇവരുടെ കുഞ്ഞാണ് കേട്ടോ. ഈ ശ്യാമിൻ്റെ കുഞ്ഞാണ് ശ്യാമേട്ടൻ. താഴെ വരുന്നതാണ് ഞാൻ പറഞ്ഞ കിഷ്കു, എനിക്ക് വീഡിയോ എടുത്ത് തന്ന ആളെന്ന് ഞാൻ പറഞ്ഞില്ലേ. ശരിക്കും നമ്മൾ മടുത്ത് പോകും കേട്ടോ, കാരണം കയറി വരുമ്പോഴത്തേക്കിനും ഏകദേശം നമ്മൾ മടുത്ത ഒരു സൈഡാവും. പക്ഷേ അത് മുഖത്തൊന്നും കാണിക്കാതെ ഇല്ല, ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിക്കാണ് എല്ലാവരും. ഇനി ഇതല്ല, ഇനി അപ്പുറം നമ്മൾ റെഡിയാക്കാന്നുള്ള രീതിക്കായിരുന്നു നമ്മളുണ്ട്. ഫൈനലി നമ്മൾ എത്തി ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ബാണാസുര ഹിൽ സ്റ്റേഷൻ. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഞാൻ ഇതിൽ എപ്പോഴും പറയുന്നത് ബാണാസുര ഹിൽ സ്റ്റേഷൻ എന്നാണ്. അത്രയില്ല, ബാണാസുര ഹിൽസ് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളിതിൻ്റെ ഏകദേശം നമുക്ക് മറ്റേ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഇല്ലാണ്ട് മാക്സിമം പോകാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടേക്കാണ്. ഈ മേലോട്ട് കണ്ടോ, അങ്ങോട്ടേക്ക് പോകണമെങ്കിലാണ് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്, പിന്നെ അതിന് പെർമിഷനൊക്കെ എടുക്കേണ്ടത് ആ ഭാഗത്തേക്ക് പോകണമെങ്കിലാണ് കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് എത്തിക്കഴിയുമ്പോഴത്തേനും നമ്മൾ എന്താ പറയുക, ഉഗ്രൻ കാഴ്ചയാണ്. നമ്മുടെ തൊട്ടുള്ള ഒരുപാട് കുന്നുകൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് താഴെ നിന്ന് കയറി വന്ന ഏരിയകളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ ഒരുപാട് വൈൽഡ് ആനിമൽസൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, നമുക്കറിയില്ല. അപ്പോൾ എന്താണെങ്കിലും അടിപൊളി കാഴ്ചയാണ്. ഞങ്ങൾ ഏകദേശം ഒരു 5 മണി, വൈകുന്നേരം 5 മണി ആ ഒരു സമയത്താണ് ഇവിടെ എത്തിയത് കേട്ടോ. ഒരുപാട് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. അങ്ങനെയൊക്കെ എല്ലാം പറ്റുന്ന ഒരു ചെറിയ കാറ്റും, ഒത്തിരി പേരും നല്ല കാറ്റുമല്ല, ചെറിയൊരു കാറ്റൊക്കെ ആയിട്ട്. എന്നാൽ തണുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. പിന്നെ ഇവിടെയും ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ കൊക്ക മാതിരിയൊന്നും അല്ല. ഇപ്പം എങ്ങാനും കാല് തെറ്റി പോയാലും നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെ താഴോട്ട് അങ്ങനെ വീണ് പോകും, അങ്ങനത്തെ ഒരു ഏരിയ ഒന്നുമില്ല. അപ്പോൾ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഓരോരുത്തർ പോയി നിൽക്കുന്നതാണ് കേട്ടത്. അത് ഇച്ചാനാണ്, എൻ്റെ കെട്ടിയവനാണ് കേട്ടോ. ഞാനൊക്കെ പണ്ട് ചേമ്പ്ര പീക്കൊക്കെ കയറാൻ വേണ്ടി പോയപ്പോൾ അതിൻ്റെ മേലെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര പേടിയാവും. മേലെ മാത്രമല്ല, നമ്മൾ പോകുന്ന വഴിയാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര പേടിയാവും. കാരണം നല്ല കുന്നുകളൊക്കെ ആയിട്ടിരിക്കുന്ന സ്ഥലമാണ്, താഴെ ഭയങ്കര കൊക്കയാണ്. അപ്പോൾ പിന്നെ മാത്രമല്ല പാറകളൊക്കെയാണ്, അപ്പോൾ ഭയങ്കര പേടിയാവും. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഹാരിസക്ക, പുള്ളി നമ്മുടെ ഗൈഡ് എന്ന് വേണമെങ്കിൽ പറയാം, പുള്ളി പറഞ്ഞു തരുവാണ് അതിൻ്റെ മേലോട്ടേക്ക് പോകാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയുക, പുള്ളി ബാക്കി നമുക്ക് പറഞ്ഞു തരുകയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു. നമ്മുടെ ബാണാസുര ഹിൽ സ്റ്റേഷൻ മെയിൻ ഇത് തന്നെയാണ്. ഇനി അത് കണ്ടോ, ആ ഒരു മരം കണ്ടോ, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അവിടെ വരെയാണ് നമുക്ക് മാക്സിമം പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ കേട്ടോ. ആ മേലെ കാണുന്നത് അത് കണ്ടോ, അത് ഫോറസ്റ്റിന്റെ ഏരിയ ആണ്. നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ ഇതുവരെ ആയിട്ടില്ല, അപ്പൊ അത് വളരെ റിസ്ക് ആണ്. അപ്പൊ നമുക്ക് മാക്സിമം അവിടെ വരെ നമുക്ക് പോകാം കേട്ടോ. കണ്ട് ആസ്വദിക്കേണ്ട സ്ഥലം തന്നെയാണ്. എനിക്ക് അറിയത്തില്ല എത്രമാത്രം പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം. തീർച്ചയായും നിങ്ങൾ വയനാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇവിടെ വന്നിട്ട് ബാണാസുര ഹിൽ സ്റ്റേഷൻ എന്തായാലും വിസിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇവിടുത്തെ മേഘമൊക്കെ നല്ല എന്താ പറയുക, നല്ല കുപ്പിച്ചില്ല് പോലത്തെ മേഘങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിരുന്നു, ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അവിടുന്ന് അത്യാവശ്യം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പരമാവധി പോകാൻ പറ്റുന്ന ഇതിലൊക്കെ ഞങ്ങൾ പോയി. നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ, പൊന്നോളം തുള്ളി വന്നൊരു. ഇത് കിഷ്കു പരമാവധി എനിക്ക് വേണ്ടിയാണെങ്കിലും വീഡിയോസൊക്കെ അവൻ എടുത്തു തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒന്നും വീഡിയോസും പരമാവധി എൻ്റെ കയ്യിൽ ഇല്ലതാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വലിയ പറ്റിയത് എന്താണെന്നല്ലേ. കൂടെ ഉണ്ടായിരുന്ന അനീഷ, ഈ ശ്യാമിൻ്റെ വൈഫാണ് അനീഷ. അവളുടെ കാലൊന്നും മടങ്ങിപ്പോയി. ജസ്റ്റ് യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ കാലൊന്ന് ജസ്റ്റ് ഒന്ന് മടങ്ങിപ്പോയി. നല്ല പെയിൻഫുള്ളായിരുന്നു. പക്ഷേ കരയാനും വരുന്നുണ്ട്. പക്ഷേ ഒരു സൈഡിൽ നിന്ന് അവരുടെ ചിരി കാണുമ്പോൾ കരച്ചിലും വയ്യ, ചിരിക്കാനും വയ്യാത്തൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. നല്ല വേദന ഉണ്ടായിരുന്നു പാവത്തിന്. ചെരുപ്പൊന്നും ഇടാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു ഉണ്ടായത്. പിന്നെ ഒരു വിധത്തിൽ ശ്യാമേട്ടന് അനീഷയെ താഴോട്ട് എങ്ങനെയൊക്കെയോ ഇറക്കിക്കൊണ്ട് പരമാവധി നോക്കുന്നുണ്ട്. പുറയുന്നവർ ഫുള്ള് ചിരിയായിരുന്നു. പാവ വീണത് മീൻസ് എല്ലാവരും മുന്നിൽ വെച്ചായിരുന്നു കാലം അടങ്ങിയത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. പാവമാണെങ്കിൽ കൊച്ചിന് നല്ല വേദന ഉണ്ടായിരുന്നു.
ചെരുപ്പിടാണ്ടെയാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ 2 പേർക്ക് നടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഏരിയ ആയതുകൊണ്ട് പിന്നെ പറഞ്ഞു വലിയില്ല, കുഴപ്പമില്ല, ഞാൻ തന്നെ എങ്ങനെയെങ്കിലും പൊക്കോളാം, ഞാൻ ആരും പിടിക്കട്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അനീഷ തന്നെയാണ് നടന്നു പോയത്. ശരിക്കും സമ്മതിക്കണം കേട്ടോ. ഒരു 500 മീറ്ററോളം ഉണ്ട്, അത്രയും നടന്ന് പിന്നെ പോയി. അപ്പോൾ ഇതോടെ നമുക്ക് പറഞ്ഞു ഇല്ല പോകാം, പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് തിരിച്ച് പോകാമെന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് ഹാരിസ് ബ്രോ, നമ്മുടെ ആ ഡ്രൈവർ ഉണ്ടല്ലോ, നമ്മുടെ ട്രക്കിങ്ങിൻ്റെ ആൾ, പുള്ളി പറഞ്ഞു ഒരു സ്ഥലവും കൂടി ഉണ്ട്, നിങ്ങൾക്ക് അതും കൂടി കാണാതിരുന്നാൽ ഭയങ്കര മിസ്സിങ് ആയിരിക്കും. ഒരു മീൻമുട്ടി വാട്ടർഫാൾസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടം കൂടിയുണ്ട്, അതും കൂടി നിങ്ങൾ കാണാണ്ടിരുന്ന ഭയങ്കര മിസ്സിങ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇതിൽ എന്നാ വരുന്നതെന്നൊന്നും അറിയത്തില്ലോ, എന്നാലും അവിടെയും കൂടി ഒന്ന് കാണാമെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും ശരി ഇവിടെ വരെ വന്നല്ലേ, അതും കൂടെ കണ്ടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അടുത്തായിട്ട് പോകുന്നത് ഒരു മീൻമുട്ടിയുടെ വെള്ളച്ചാട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം ഇതിലെയാണ് പോകുന്ന വഴി, വാ നമുക്ക് പോകാം. അങ്ങനെ എല്ലാവരും വണ്ടിയിൽ നിന്നിറങ്ങി നേരെ അങ്ങോട്ട് പോയി. അത് കുറച്ചൊരു റിസ്ക് എന്നല്ല, ഒരു റോഡൊന്നുമില്ല, നമ്മൾ ചെറിയ വഴി കൂടെ തന്നെ പോയിട്ട് ഒന്ന് കുറച്ചൊരു കയ്യായ പോലെ ഇറങ്ങിയിട്ട് വേണം താഴോട്ടേക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പം അത് എല്ലാവരും മുന്നോട്ട് പോയി, ബാക്കി നമ്മൾ വളരെ സൂക്ഷിച്ച്. എനിക്കപ്പോഴും ചെരുപ്പിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ചെരുപ്പൊക്കെ ഇട്ടിട്ട് എന്തായാലും ഇനി ഇതും കൂടെ കണ്ടേക്കാം, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിലൊരു കുറവ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും പുറകെ വന്നു കേട്ടോ. ഇപ്പം ഈ നല്ല മഴക്കാലത്ത് ഇവിടെയൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ പറയുന്നുണ്ട് എന്നാലും സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നതായിരുന്നു. പാറകൾക്ക് അങ്ങനെ തെന്നലോ കാര്യങ്ങളോ ഒന്നുമില്ല, വെള്ളത്തിനാണെങ്കിൽ വലിയ ആഴമില്ല. ഇത് കണ്ടോ, കൊച്ചിനാണെങ്കിലും മുട്ടപ്പോ ഉള്ളൂ, അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. അടിപൊളി സൺസെറ്റിൻ്റെ ഒരു നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ആയിരുന്നു, ഒരു എന്താ പറയുക അടിപൊളി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു അനിയോട് ഞാൻ പരമാവധി വിളിച്ചു പോവാം, നമുക്ക് അങ്ങോട്ട് കയറാമെന്ന് പറഞ്ഞപ്പോൾ അനി പറഞ്ഞു എൻ്റെ പൊന്നു മോളെ എനിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ ഇരുന്നോളാം, നിങ്ങൾ പാറ കീറോ ഫോട്ടോ എടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്താൽ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ മേലോട്ടേക്ക് പരമാവധി എനിക്ക് കയറി പോകാൻ പറ്റുന്നിടത്തൊക്കെ ഞാൻ പോയി. അനീഷ് അത് ആ സൈഡിൽ അവിടെ ഇരിക്കുവാണ് ചെയ്തത് കേട്ടോ. എന്നാലും എനിക്ക് സമാധാനം ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് കുറേ വിളിച്ചു, ഞാനിങ്ങനെയൊക്കെ കുറേ ഗോഷ്ടിയൊക്കെ കാണിച്ചു. അപ്പോൾ അത് കണ്ടിട്ടെങ്കിലും വരാൻ പറ്റുവാണെങ്കിൽ വരട്ടെ എന്ന് ഓർത്തിട്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് ആയു ആണെങ്കിൽ, അവരുടെ മോനാണേ ആയു, അപ്പോൾ അവൻ ഒരുപാട് കല്ലൊക്കെ പെറുക്കിയെടുത്തു, നമുക്ക് വീട്ടിൽ കൊണ്ടാകാം, നമുക്ക് അവിടെ ഇടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ കുറേ കല്ലുകളൊക്കെ കുറേ ശേഖരിച്ചൊക്കെ വെച്ചു. ബാക്കി ഫോട്ടോസ് എടുക്കുന്നവർ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞാനാണെങ്കിൽ അതിൻ്റെ മാക്സിമം മേലെ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി പരമാവധി അതിൻ്റെ മേലെ പോയി നോക്കുമോ, സേഫായൊരു സ്ഥലം ഇരുന്ന് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം എല്ലാം കണ്ടെത്തുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം ആ വെള്ളം വന്നിട്ട് താഴോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വലിയ മഴക്കാലത്ത് ഇതെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം ഒഴുകി വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞങ്ങളുടെ പഴയ വീഡിയോ ഒക്കെ പുള്ളി കാണിച്ചു തന്നു, ഈ സ്ഥിതിയിലാണ് മഴക്കാലത്ത് ഇതിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചൊക്കെ തന്നു. അടിപൊളിയായിരുന്നു, എന്ത് രസമെന്ന് അറിയാമോ വെള്ളച്ചാട്ടം കാണാനായിട്ട്. നമുക്കങ്ങനെ ഇപ്പം അങ്ങനെ പേടിയൊന്നും തോന്നുന്നില്ല. നമ്മൾ ഈ പടത്തിലൊക്കെ കാണൂലേ, ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് നന്നായിട്ട് മങ്ങി തുടങ്ങി, ഒരു 6:30 ആയ സമയം. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇന്നിരുന്നാൽ പോലും നല്ല ഭംഗിയായിരുന്നു കേട്ടോ, നല്ല തണുത്ത വെള്ളവുമായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. എന്തെന്നാലും ഞാൻ ഒരു വിധത്തിൽ അനീഷേനെയും പിടിച്ച് മോളിൽ കയറ്റി ഇരുത്തി ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു, എങ്ങനെയൊക്കെയോ പാവത്തിന് ഞാൻ വലിച്ചു കയറ്റി കേട്ടോ. അങ്ങനെ കുറേ വീഡിയോസ് എടുത്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഏകദേശം ഒരു 7 മണിയൊക്കെ ആറായപ്പോഴത്തേക്കും ഞങ്ങൾ അവിടുന്ന് തിരികെ പോരുകയും ചെയ്തേ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫൈനലി വന്നെടുത്ത് യാത്ര തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. രാത്രി ഇരുട്ടായതുകൊണ്ട് എനിക്ക് കുറേ വീഡിയോസ് മിസ്സായിട്ടുണ്ട്, അതൊന്നും കവർ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ സാരില്ല, പരമാവധി ഞാൻ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വയനാട് വരുന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ബാണാസുര ഹില്ല് ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.